കലോത്സവത്തിന്റെ സെലക്ഷനാ. നീ ഏതൊക്കെ ഐറ്റത്തിന് പേര് കൊടുത്തിട്ടുണ്ട്? ഓ, ഞാൻ കലോത്സവത്തിനൊന്നും ഇല്ലടേ. അതിലും വലിയ പ്രശ്നത്തിക്കുവാ ഞാൻ. അതെന്തുവാടെ ഞാൻ അറിയാത്ത ഒരു പ്രശ്നം? നമ്മുടെ 7C പഠിക്കണ ദേവനന്ദ ഇല്ലേ, അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടോടാ. ദൈവമേ, 7C? അത് അമ്പോറ്റിക്കുണ്ടയുടെ ക്ലാസ്സാ. അമ്പോറ്റിക്കുണ്ടയോ? അതാരാ? നീ പുതിയ അഡ്മിഷൻ ആയോണ്ട് അറിയാത്തയാ. ഈ സ്കൂളിലെ ആദ്യത്തെ അവസാനത്തെ വാക്ക് അമ്പോറ്റിക്കുണ്ടയുടെയാ. ഇവിടെ അമ്പോറ്റിക്കുണ്ട പറയുമ്പോ പകൽ, അമ്പോറ്റിക്കുണ്ട പറയുമ്പോ രാത്രി. അതെന്താ അങ്ങനെ? അതങ്ങനെയാ. അമ്പോറ്റിക്കുണ്ടേ പോലീസുകാരന്റെ മോനാ. അമ്പോറ്റിക്കുണ്ടയ്ക്ക് ആരെങ്കിലും പേടി ഉണ്ടെങ്കിൽ അത് ഹന്നാസേറെ മാത്രമാ. ആരേ ഈ ഹന്നാസേറ? ഹന്നാസേറ ഇവിടുത്തെ പ്രിൻസിപ്പാളിന്റെ മോളാ. അതുകൊണ്ട് അവളുടെ മാത്രം അമ്പോറ്റിക്കുണ്ട ഗുണ്ടായിസം കാണിക്കൂല. ഇപ്പൊ ഞാനെന്തോ ചെയ്യണം? നിനക്ക് ദേവനന്ദ അടുത്ത് ഇഷ്ടമാണെന്ന് പറയണമെങ്കിൽ ആദ്യം അമ്പോറ്റിക്കുണ്ടയുടെ അനുവാദം വാങ്ങിക്കണം. അതിന് പുള്ളിയുടെ വീക്ക്നെസ്സിൽ പിടിക്കണം. എന്താ പുള്ളിയുടെ വീക്ക്നെസ്? മൊട്ട. മുട്ട വെച്ചുള്ള ഏത് സാധനം കണ്ടാലും അമ്പോറ്റിക്കുണ്ട വിടത്തില്ല. ഉദാഹരണത്തിന് നീ ചോറിന്റെ കൂടെ മുട്ട ഓംപ്ലേറ്റ് കൊണ്ടുവന്നാൽ അത് അമ്പോറ്റിക്കുണ്ടയ്ക്കുള്ളതാ. നമ്മുടെ സ്കൂളിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ചിലങ്ക ബേക്കറി കണ്ടിട്ടുണ്ടോ? ആ, ഉണ്ട്. ആ ബേക്കറിയിലെ മുട്ട പപ്സിന്റെ 90% തിന്നു തീർക്കുന്നത് നമ്മുടെ അമ്പോറ്റിക്കുണ്ടയാ. അമ്പോറ്റിക്കുണ്ട വന്നുണ്ട്. നമുക്ക് എന്ന് കാര്യം പറയാം. ഹായ് അമ്പോറ്റി ബ്രോ. ഹായ് ഹായ്. ഇവൻ ഏതാടാ പുതിയൊരു വരുത്തൻ? പുതിയ അഡ്മിഷനാ ബ്രോ, നമ്മുടെ ആളാ. ഇവന് അമ്പുറ്റി ബ്രോയെ കൊണ്ട് ഒരു ആവശ്യമുണ്ട്. എന്തുവാടാ കാര്യം? ഇവിടെ നമ്മുടെ 7Cയിലെ ദേവനന്ദയോട് ചെറിയൊരു പ്രേമം. നിനക്ക് നാണമില്ലടാ പെണ്ണുങ്ങളെ പുറകെ ഒലിപ്പിച്ച് നടക്കാൻ? വേറെ പണിയൊന്നും ഇല്ല. അല്ല, അമ്പോറ്റി അണ്ണന് ലൈനൊന്നും ഇല്ലേ? ഞാനൊരുത്തിയുടെയും പുറകെ ഒലിപ്പിച്ച് നടക്കാറില്ല. എന്നെ ആർക്കെങ്കിലും പ്രേമിക്കണമെങ്കിൽ എന്റെ പുറകെ വരണം. ഞാനേ സിഗ്മയാ, സിഗ്മ. ഇവന്റെ കാര്യം അമ്പൂറ്റിയാണ് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി കൊടുക്കണം. 7Cയിലെ ദേവനന്ദ അല്ലേ? ഞാൻ നോക്കാം. നീ ഒരു കാര്യം ചെയ്യ്, ആ ചിലങ്ക ബേക്കറി പോയിട്ട് 2 മുട്ട പപ്സും ഒരു ഫ്രൂട്ടിയും മേടിച്ചോണ്ട് വാ. 2 മുട്ട പപ്സും ഒരു ഫ്രൂട്ടിയും കൊടുത്താ അവള് വീഴോ അമ്പോറ്റി അണ്ണ? പപ്സും ഫ്രൂട്ടി അവൾക്കല്ലേ, എനിക്ക്. നീ ആദ്യം എന്നെ വീഴ്ത്തണം, എന്നാലേ അവളെ വീഴ്ത്താൻ പറ്റത്തുള്ളൂ. പോയി പപ്സ് മേടിച്ചോണ്ട് വാടാ. എന്നാ ഞങ്ങള് പോയി സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരാം. ബാ 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 ബാ. അമ്പോറ്റി എന്താ ക്ലാസ്സിൽ കയറിയില്ലേ? പഠിപ്പിക്കുന്ന ടീച്ചർ ഇവിടെ ക്ലാസ്സിൽ കയറാതെ നിൽക്കൂല്ലേ, പിന്നെ പഠിക്കുന്ന ഞാൻ എന്തിനാ കയറുന്നേ? ടീച്ചർ ആദ്യം പോയി ക്ലാസ്സിൽ കയറും. വേണ്ടേ, നീ പോലീസുകാരന്റെ മോനാന്നുള്ള അഹങ്കാരം എന്റെ അടുത്ത് കാണിക്കരുത് കേട്ടോ. അമ്പോറ്റി, കലോത്സവത്തിന് ഏതൊക്കെ ഐറ്റംസിനാ ചേരുന്നേ? ടീച്ചറേ, മാൻചോട്ടി ഹൈസ്കൂളിന്റെ കമലഹാസൻ ആരാന്ന് പറഞ്ഞുകൊട്. കാര്യം ആളിച്ചിരി ഉഴപ്പനാണെങ്കിലും കലോത്സവത്തിലെ എല്ലാ ഐറ്റംസിനും അമ്പോറ്റി പേര് കൊടുക്കും. സകലകലാ വല്ലഭൻ. പക്ഷേ വകതിരിവ് വട്ട 0. എന്നാ ടീച്ചർ വാ, പേര് കൊടുക്കാനുള്ള കുട്ടികളൊക്കെ ഇപ്പൊ വരും. അമ്പോറ്റീണ, ഇതാ പപ്സും ഫ്രൂട്ടിയും. നീ ഇവന്റെ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി കൊടുക്കണം. അയ്യോ, ദേ അവള് വരുന്നു, ദേവനന്ദ. നിക്കടി അവിടെ. എന്താ അമ്പോറ്റി? ദേ ഈ നിക്കുന്നവൻ നല്ലൊരു പയ്യന്. അയ്യോ, ഞാനല്ല അമ്പോറ്റി ബ്രോ, ഇവൻ ഇവൻ. ദേ ഇവനും നല്ലൊരു പയ്യന്. നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് തൊട്ട് ഇവനെ അങ്ങ് പ്രേമിച്ചോ. അയ്യേ, എനിക്കെങ്ങും വേണ്ട ഇവനെ. അല്ലെങ്കിലുവേ ഞാനിവിടെ പഠിക്കാനാ വരുന്ന, പ്രേമിക്കാനല്ല. അങ്ങനെ പറഞ്ഞാ എങ്ങനാ? ഇവനിപ്പോ എന്ത് ചെയ്യും? അതെനിക്കറിയാവോ. എന്റെ പുറകെ എങ്ങാനും നടന്ന് ശല്യം ചെയ്താ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ. എന്നാൽ ഇവന്റെ ശല്യം ഞാൻ എന്നേക്കുമായിട്ട് ഒഴിവാക്കി തരാം. പകരം ഞാൻ മുട്ട പപ്സും ഫ്രൂട്ടിയും വാങ്ങിച്ചു തരണമായിരിക്കും. വേണ്ട, ദേ ഇവൻ മേടിച്ചോണ്ട് വന്ന മുട്ട പപ്സിന്റെയും ഫ്രൂട്ടിയുടെയും പൈസ കൊടുത്താ മതി. ഈ അമ്പോറ്റിയെ എത്തിക്സ് വിട്ട് പെരുമാറുന്നവനല്ല. ഇനി നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം, മേലെ ഇവളുടെ പുറകെ നടന്നാൽ അടിച്ചിന്റെ പുറം പൊളിക്കും. എടാ, ഇതിപ്പോ ചക്കിന് വെച്ചത് കൊക്കിനും ഉണ്ടല്ല. എന്റെ മുട്ട പപ്സും പോയി, എന്റെ പെണ്ണും പോയി. ഇനി ഞാൻ എന്ത് ചെയ്യോടാ? നീ സമാധാനപ്പെടും, നമുക്കൊരു വഴി ഉണ്ടാക്കാം. ദേവനന്ദ പോണെങ്കി പൊക്കോട്ടെ, പക്ഷെ ഈ അമ്പോറ്റി കൊണ്ടുണ്ടല്ലോ, അവനിട്ട് ഞാനൊരു പണി കൊടുക്കും. അവന് പണി കൊടുക്കാൻ ഈ സ്കൂളിൽ ഒരേ ഒരാൾക്കേ പറ്റത്തുള്ളൂ, ഹന്നാസേറ. എടാ, നിങ്ങളൊക്കെ കലോത്സവത്തിന് പേര് കൊടുക്കുന്നില്ലേ? ഞാൻ കൊടുക്കുന്നുണ്ട്. ഇവൻ പുതിയ അഡ്മിഷനാ. പുതിയ അഡ്മിഷൻ ആയാലെന്താ, എന്നാലും പേര് കൊടുക്കണം. ഹന്ന, നീ ഞങ്ങൾക്കൊരു ചെറിയ സഹായം ചെയ്യാവോ? നീ ആ മൊട്ടമാത്തനില്ലേ, അവനോട്ടൊരു പണി കൊടുക്കണം. ഏത് ഇവനാ? അമ്പോറ്റി കൊണ്ടയാ? അവനോട്ടൊരു പണി ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതെന്താടി? അതൊക്കെ നിങ്ങൾ കണ്ടോ. ടീച്ചർമാര് വരുന്നുണ്ട്. കലോത്സവത്തിന് പേര് കൊടുക്കാനുള്ള എല്ലാവരും വരൂ. പിന്നെ എല്ലാവരും പെർഫോം ചെയ്ത് കാണിക്കണം. അതിൽ നിന്ന് ഞങ്ങൾ സെലക്ട് ചെയ്യുന്നവർ മാത്രമേ കലോത്സവത്തിൽ പങ്കെടുക്കൂ. ടീച്ചറെ, ഞാനുണ്ട്. ഞാൻ നന്നായിട്ട് പാട്ട് പാടും. എന്നാ ഒരു പാട്ട് പാടിക്കേ. മുറ്റത്തോട് നടക്കും
വളർത്തുന്നത്? താറാവിന്റെ കൂടെ എവിടെയെന്ന് അറിഞ്ഞിട്ടേ പോയി മുട്ടെടുത്ത് തിന്നാനായിരിക്കും. അതെ അതെ, എന്തെങ്കിലും പറയാനുണ്ടേ മുഖത്ത് നോക്കി പറയണം. ആ എന്നാ പറയാനുണ്ട്, മൂത്തൊക്കെ പറയട്ടെ. നിനക്ക് ധൈര്യം ഉണ്ടേ പറ. ഇന്നത്തെ കമ്പോള നിലവാരത്തിൽ കോഴിമുട്ടയ്ക്ക് എന്താ വില? നാടൻ മുട്ടയ്ക്ക് 7 രൂപ 50 പൈസ, ബ്രോയിലറിനാണെങ്കിൽ 6 രൂപ. ടീച്ചർ, ഇവൾ എന്നെ കളിയാക്കുന്നു. ഹ, ബഹളം വെക്കല്ലേ പിള്ളേരെ. ഹന്നാ സാറാ ഏത് ഐറ്റത്തിലാ ചേരുന്നേ? ഞാൻ കഥാപ്രസംഗം. ആ എന്നാ കഥാപ്രസംഗത്തിന്റെ കുറച്ചൊന്ന് പറഞ്ഞേ. മാനസദസ്സിനെ വന്ദനം. എന്റെ കഥാപ്രസംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എന്റെ കഥയുടെ പേര് ഒരു മുട്ട പപ്സ് ജീവിതം. ടീച്ചർ, ഇത് അനുവദിക്കാൻ പാടില്ല. എന്നെ കളിയാക്കാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥയാണിത്. അന്ന മുട്ട പപ്സ് നീയാള് മാത്രമേ തീരുന്നുള്ളൂ. അമ്പോറ്റി അടങ്ങിയിരിക്കൂ. അടയിരിക്കാൻ ഞാൻ എന്താ കോഴിയും? ഓ എന്ത് പറഞ്ഞാലും കൊറേ കോഴിയും കോഴിമുട്ടയും. ഞങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഒന്നും വായ വരത്തില്ലേ? ഹന്നാ സാറാ ബാക്കി കഥ പറയൂ. എന്റെ കഥ നടക്കുന്നത് കുട്ടനാട്ടിലാണ്. കുട്ടനാട്ടിലെ കുട്ടപ്പൻ ചേട്ടനെ മുട്ടയിടുന്ന 8 കോഴികൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം ആ 8 കോഴികളും 8 മുട്ടകളും കാണാതായി. നഷ്ടപ്പെട്ട മുട്ടകളെയും മുട്ടയിടുന്ന 8 കോഴികളെയും ഓർത്ത് കുട്ടപ്പൻ ചേട്ടൻ പൊട്ടിക്കരഞ്ഞു. കുട്ടപ്പൻ ചേട്ടൻ 8 കോഴികളെയും അതിട്ട 8 മുട്ടകളെയും കട്ടത് ആരാണ്? അത് കട്ടത് മറ്റാരുമല്ല, കുട്ടപ്പൻ ചേട്ടന്റെ സ്വന്തം കൊച്ചുമോൻ. ടീച്ചർ, ഇവൾ കളിച്ച് കളിച്ച് എന്റെ അപ്പൂപ്പനെ വരെ അവമാനിക്കാൻ തുടങ്ങി. ഓ അത് ശരി. അപ്പൊ കുട്ടപ്പൻ ചേട്ടൻ എന്ന് പറയുന്നത് അമ്പോറ്റിയുടെ അപ്പൂപ്പനാണല്ലേ? നീ നോക്കിക്കോ, ഇതിന് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. നീ പോട മുട്ടക്കള്ള. സൈലൻസ്. ദേ പ്രിൻസിപ്പാള് വരുന്നുണ്ട്. എല്ലാരും പേരൊക്കെ കൊടുത്തോ? അടുത്ത ആരാ? ഞാനുണ്ട് സാർ. ആ കണ്ണാപ്പി 7B അല്ലേ? അതെ സാർ. ആ തുടങ്ങിക്കോ. ദൈവമേ, എനിക്ക് ഈ പാട്ടിലൂടെ ദേവനന്ദയുടെ മനസ്സിടം പിടിക്കാൻ കഴിയണേ. ഓക്കെ, റെഡി. 1 2 3 4. മുന്തിരി പദം പൂത്ത് നിക്കണം മുത്തത്ത് കൊണ്ടോവാം, മുത്തുപോലെ നിന്നെ നെഞ്ചിൽ കാത്തുവെത്തോളാം, ഒത്തു തൊത്തൻ 10 നെത്തി ഉമ്മ വെത്തോളാം, പവിഴത്തുന്നിലെ കനന്നില്ലേ പാത്തലന്നോളാം. ഹണി 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 ഓ വെതറിസാണേ. ഇവൻ നല്ല ചൂട് താറാവ് മുട്ട വായിട്ടിട്ടുണ്ടെന്നാ തോന്നുന്നത്. കൊള്ളാം മോനെ, നിന്റെ മിമിക്രി കലക്കി. അയ്യോ, മിമിക്രി അല്ല സാർ, ഞാൻ പാട്ട് പാടിയതാ. ചെറിയൊരു മൂക്കടപ്പുണ്ടെന്നേ ഉള്ളു. ആ പാടിയതായിരുന്നു. ഞാൻ കരുതി ഉദിത് നാരായണന്റെ സൗണ്ട് എടുത്താണെന്ന്. അളിയ അമ്പോറ്റി, ഹന്നാ സാറ നിന്നെ ഇത്രയും ഇൻസൾട്ട് ചെയ്ത സ്ഥിതിക്ക് നീ എന്തായാലും അവളോട് പകരം ചോദിക്കണം. നിനക്ക് അതിനുള്ള കഴിവുണ്ടളിയാ. എല്ലാ ഐറ്റത്തിലും പങ്കെടുത്ത് ഈ തവണത്തെ കലാപ്രതിഭ പട്ടം എന്റെ അമ്പോറ്റി അളിയന്റെ കയ്യിലിരിക്കുന്ന എനിക്ക് കാണണം. കലാപ്രതിഭയായാൽ അളിയൻ എനിക്ക് 2 മുട്ട പപ്സ് മേടിച്ചു തരൂ. അത് നീ കലാപ്രതിഭയായ ഞാൻ എന്തിനാണ് മുട്ട പപ്സ് മേടിച്ചിരുന്നത്? ചേട്ടാ, ഇത് എന്തൊരു ചെറുക്കനിത്. അമ്പോറ്റി ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്ങോ? ഗുഡ് ആഫ്റ്റർനൂൺ അങ്ങനെ പറയണം. സോറി സാർ, ഗുഡ് ആഫ്റ്റർനൂൺ. അതെങ്ങനെ? ചോറ് പാത്രം തുറന്നു നോക്കി ചോറുണ്ടെങ്കിൽ ഗുഡ് മോർണിംഗും ചോറില്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂണും പറയുന്നവനൊക്കെ ഞാൻ എന്തോ പറയാനാ. ആ നീ ഏതൊക്കെ ഐറ്റത്തിനാ ചേരുന്നേന്ന് പറയാ. പേരെഴുതിട്ട്. മിമിക്രി, കഥ പറച്ചിൽ, പിന്നെ ഫാൻസി ഡ്രസ്. ആ മിമിക്രി ഏതായിട്ടോ ചെയ്യുന്നേ? ലേലത്തിലെ സോമൻ. കഥ ഏതാ പറയുന്നത്? ജലദേവതയുടെ കഥ. മിടുക്കൻ. ഫാൻസി ഡ്രസ് ഏതാ ചെയ്യുന്നത്? ബാഹുബലിയിലെ പ്രഭാസ്. ഓ വെരി ഗുഡ്. ആദ്യം നമുക്ക് അമ്പോറ്റിയുടെ മിമിക്രി ഒന്ന് കാണാം. ആ ലേലത്തിലെ സോമനെ ഒന്ന് കാണിച്ചേ. നേരാ തിരുമേനി. ഇപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. ഒരിക്കൽ കാട്ടിൽ കയറി കള്ളത്തടി വെട്ടുന്നതിനിടെ എന്റെ അപ്പന്റെ കോടാലി തെറിച്ച് വെള്ളത്തിൽ വീണു. അപ്പൊ വെള്ളത്തിൽ പൊങ്ങി വന്ന് നിക്ക ദേ ഇത്രശയുള്ളൊരു ജലദേവത. ഇതേത് സോമൻ? അളിയ, നീ ഇത് എന്തുവാ ഈ പറയണത്? ലേലത്തിൽ എവിടുന്നാടാ ജലദേവത? സോറി, മിമിക്രിയും കഥയോടെ ഒന്നിച്ചു പഠിച്ചോണ്ട് തെറ്റിപ്പോയതാ. ഏ മുട്ടക്കള്ള തെറ്റിപ്പോയേ. മുട്ടകൾ ഇറങ്ങി പോടാ. മതി മതി മതി, അവനൊരു അബദ്ധം പറ്റിയതാ. ആരും അവനെ കളിയാക്കരുത്. മോനെ, ലേലത്തിലെ സോമനല്ലേ, ഞാനൊരു ക്യൂ ഇട്ട് തരാം. നീ അതീ കയറി കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ സാർ. ഞാൻ ജഗന്നാഥ് വർമ്മയുടെ ഡയലോഗ് ഇടാം. നീ അതീ കയറി പിടിച്ചോനെ. പെർഫെക്റ്റ്. ഓക്കെ സാർ, കീറ്റിക്കൂ, ഞാൻ കയറി പിടിച്ചോളാം. മിസ്റ്റർ ഈപ്പച്ചൻ, നിങ്ങൾ പരിധി വിടുന്നു. ഒരു പെണ്ണിന്റെ കൈ കയറി പിടിച്ച ഈ സദസ് എപ്പോഴേ പരിധി വിട്ടു കഴിഞ്ഞു രാജമാതാ. അയ്യോ, ദേ ഫാൻസി ഡ്രസ്സിന് വരേണ്ട ബാഹുബലിയൊക്കെ സോമനോട് കയറി വരുന്നു. എന്റെ പൊന്നളിയ, ഇത് ഏത് പെണ്ണിന്റെ കൈ പിടിച്ച കാര്യമായി പറയണത്? ഈപ്പച്ചന്റെ അമ്മച്ചിയുടെ കയ്യിൽ ഡേഞ്ചർ സാഹിബ് പിടിച്ച കഥ. ഡേഞ്ചർ സായിപ്പോ? ലേലത്തിൽ എവിടെയാടാ രാജമാത? ടീച്ചർ
ടീച്ചർ, എന്നെ ചോറ് മാത്രം ആരോ ഹാക്ക് ചെയ്തു. എന്റെ ലഞ്ച് ബോക്സും ആരോ ഹാക്ക് ചെയ്തു ടീച്ചർ. ആരാണ് ഈ കുട്ടികളുടെ ചോറ് പാത്രം എടുത്തത്? സത്യം പറഞ്ഞോണം. ചോറ് പാത്രത്തിന് എന്തൊക്കെ സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിക്ക ടീച്ചർ. എന്റെ മുട്ട ഓംലേറ്റ് കാണാനില്ല ടീച്ചർ. എന്റെ മുട്ട റോസ്റ്റ് ആണ് ടീച്ചർ കാണാതായത്. ലേലത്തിലെ സോമന്റെയോ ബാഹുബലിയിലെ പ്രഭാസിന്റെയോ മുഖച്ചായുള്ള ഏതെങ്കിലും ഒരുത്തൻ നിങ്ങളുടെ ക്ലാസിന്റെ ചുറ്റും കിടന്ന് കറങ്ങുന്ന കണ്ടായിരുന്നോ? ഇല്ല, ഈ നിൽക്കുന്ന അമ്പൂറ്റിയാണ് എന്റെ ഫേസ് കട്ടില് ഒരുത്തന്നെ ഞാൻ കണ്ടായിരുന്നു. ഞാനും കണ്ടായിരുന്നു ടീച്ചർ ഈ അമ്പൂറ്റി ഗുണ്ടയുടെ ഫേസ് കട്ടുള്ളവനെ. ഈ സ്കൂളിൽ ഈ ഫേസ് കട്ടുള്ള ഒറ്റൊരുത്തനേ ഉള്ളൂ. ഈ എഗ് ഹാക്കറിനെ കലോത്സവത്തിൽ പങ്കെടുപ്പിക്കരുത് ടീച്ചർ. എഗ് ഹാക്കറോ? ഞാനോ? അതെ, മൊട്ടക്കള്ളൻ. മതി മതി മതി, ആരും ബഹളം വെക്കരുത്. ചില പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് അമ്പൂറ്റിയെ കലോത്സവ പരിപാടികളിൽ പങ്കെടുപ്പിക്കണ്ട എന്നാണ് സ്കൂൾ തീരുമാനം. ഇതെന്തൊരു അന്യായമാണ് സാർ. 2 മുട്ട എടുത്ത് തിന്നേന് എന്റെ ഉള്ളിലെ കലാകാരനെ നുള്ളിക്കളയരുത് സാർ. മുട്ടയെടുത്ത് തിന്നേനല്ല നിന്നെ ഒഴിവാക്കിയത്. നിന്നെ കലോത്സവത്തിൽ പങ്കെടുപ്പിച്ചാൽ അത് ഞാൻ ജലദേവതയോടും ബാഹുബലിയോടും ഈ പച്ചൻ സാറിനോടും ചെയ്യുന്ന തെറ്റായിരിക്കും. പിന്നെ മറ്റൊരു പ്രത്യേക അറിയിപ്പുണ്ട്. നാളെ മുതൽ മുട്ടയോ ഉൽപ്പന്നങ്ങളോ ആരും സ്കൂളിൽ കൊണ്ടുവരാൻ പാടില്ലെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. മുട്ട കഴിക്കാൻ ആഗ്രഹമുള്ളവർ വീട്ടിൽ വെച്ച് കഴിച്ചിട്ട് വരണമെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. ഈ നിയമം ഞാൻ ഉൾപ്പെടെയുള്ള ടീച്ചർമാർക്കും ബാധകമാണ്. എന്നുവെച്ചാ ഇവൻ സാറിനാരുടെ വരെ മൊട്ടടിച്ച് മാറ്റാറുണ്ടല്ലേ? എടാ മൊട്ടക്കള്ള. മുട്ടയ്ക്ക് എങ്ങനെ വലിപ്പച്ചെറുപ്പം ഉണ്ടോ ഹന്നാസറ? സാറിന്റെ വീട്ടിലെ കോഴി ഇടുന്നതാണെങ്കിലും കുട്ടികളുടെ വീട്ടിലെ കോഴി ഇടുന്നതാണെങ്കിലും മുട്ട തന്നെയല്ലേ? എന്റെ പൊന്നാളിയാ.